Hello guys, welcome back to my channel. It's me, Astrospy Gaming. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും റോബ്ലോക്സ് ആണ് കളിക്കുന്നത്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് ഗെയിമാണ്. ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഫ്ലോറസ് ലാവയാണ് എന്താ പറയുക കളിച്ചത്. ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് സ്ക്വിഡ് ഗെയിമാണ്. സ്ക്വിഡ് ഗെയിം മിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. അതൊക്കെ എല്ലാവരും കാണാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സീസൺ 2 ഒരു എന്തൊക്കെ വരുന്നുണ്ട്. ഇതിൽ പിന്നെ കുറേ അപ്ഡേറ്റ്സൊക്കെ വരുന്നെന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി അത്ര പിടിയൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ കളിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടെ കളിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ സ്ക്വിഡ് ഗെയിം ഈ ഫ്രണ്ട് മാൻ ഇങ്ങനത്തെ ഈ ഒരു ഗെയിമാണ് ഞാൻ കളിക്കുന്നത്. റെഡിഫി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയ ഗെയിം. ഇതിൽ നിങ്ങളിപ്പോൾ സ്ക്വിഡ് ഗെയിം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഗെയിംസും ഉണ്ടാകും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു ഗെയിമാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കളിച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗെയിംസിൻ്റെ സജഷൻസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റിൽ എന്താ പറയുക രേഖപ്പെടുത്താം. സോ നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം സ്ക്വിഡ് ഗെയിം. നോക്കാം ഇതിപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാരക്ടർ. എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ഈ ഒരു ഇതിലൊക്കെ ആകുമ്പോൾ എൻ്റെ ഹെയർ കാണാൻ പറ്റില്ല. ഒരു മുടി പോലെ ഇല്ലാത്ത ഒരാളെ പോലെ. അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയും ഹെയറും കൂടെ ഇങ്ങനത്തെ ഒരുപാട് ഇനി 100 rupees ഒരുപാട്. ഓക്കെ, നമുക്ക് ഡാൻസ്. ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഈ ഒരു ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്ക്വിഡ് ഗെയിം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കണം. പക്ഷേ ഈ കോയിൻസ് നിങ്ങൾ മേളിൽ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കോയിൻസ് 100 അത് പൈസ നമ്മളിങ്ങനെ ജയിച്ച് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഓരോ ലൈക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ മാസ്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മൾ അതിൻ്റെ വെയിറ്റ് ചെയ്യാം. 18 സെക്കൻഡ് നമ്മുടെ മാപ്പ് ഇപ്പോൾ സ്റ്റാർട്ട്. ഗെയിം ഈസ് അബൌട്ട് ടു കമൻറ്റ് സൂൺ, മേക്ക് യുവർ വേ അപ്പ് ദ ഡോർ. അങ്ങനെ ഫ്രണ്ട് മാൻ. നമുക്കിതിൽ ഫ്രണ്ട് മാനും ആവാനൊക്കെ പറ്റും. നമ്മൾ ഈ ഒരു കോയിൻസ് കൊടുത്താലേ നമുക്ക് ആവാൻ പറ്റും. അതാണ് നമ്മൾ ജയിക്കണം എന്ന് പറയുന്നത്. ഫ്രണ്ട് മാൻ ക്യാൻ ബി പ്ലേഡ് ആസ് എ ബോത്ത് പ്ലെയർ ഓർ ഗാർഡ്. അങ്ങനെ അത് ഈ സ്ക്വിഡ് ഗെയിം 2 ബേസ് ചെയ്തിട്ടാണ് ഇവന്മാർ ഫുള്ള് കോപ്പി അടിച്ച് ചെയ്യുന്നത്. സോ എന്തായാലും ഞാൻ പ്ലെയറാണ് ചൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഗാർഡ് ആവണ്ട, എൻ്റെ കയ്യിൽ അത്ര പൈസ ഇല്ല ഗാർഡ്. നമുക്ക് നാളെ ഗാർഡ് കിട്ടും. ഇവർ ഈ മാപ്പ് ഫുള്ള് കംപ്ലീറ്റ്. ഓക്കെ, വെൽക്കം പാർട്ടിസിപ്പൻസ് ടു സ്ക്വിഡ് ഗെയിം എക്സ്. വേറെ സോറോ എന്നൊക്കെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ സീരീസ് ഓഫ് ചാനൽസ്. എനിക്ക് ബാഡ്ജ് അവാർഡ് കിട്ടി. ഈ ഗ്ലാസ് മേക്കർ വെച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ് മേക്കർ ലാസ്റ്റ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു. ആദ്യം റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ഈസി. പെന്തലോൺ എനിക്ക് കുറച്ച് പാടാണ്. ഹണിക്കോം എന്നതും കുഴപ്പമില്ല. ഓക്കെ, മാർബിൾസ്. ഓക്കെ, അത് കുറച്ച് പാടാണ്. ഇവിടെ CCTV ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഫേസ് രജിസ്റ്റർ ചെയ്യണം. സ്റ്റെപ്പ് ഹിയർ. ഓക്കെ, ഫോട്ടോ അവർ ഉള്ളിൽ കയറ്റില്ല. ഇത് കൊള്ളാലോ. അറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് റെഡ് ലൈറ്റ്, എനിക്ക് ഗെയിം. ഓക്കെ, നമ്മുടെ ഗെയിം. അപ്പം നമുക്ക് നടുക്കത്തെ ഇത് തന്നെയാണ് കിട്ടിയത്. ചാവല്ലേ. ഒരുത്തും ഇങ്ങനെ നടന്നു എല്ലാം പൊട്ടന്മാരുണ്ട്. തോക്കല്ലേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക ചാവാതെ.
ഇവൻ അനങ്ങിയിട്ടും അവർ പിടിച്ചില്ല. ജസ്റ്റ് മിസ്. നമുക്കിപ്പോ 252 പോയിന്റ്സ് ആയി. അവിടെ കുറെ ഷോപ്പെട്ടി ഇവിടെ ഒരാൾ ചത്തു. നമുക്ക് ഈ മരത്തിൽ നല്ല രസം എനിക്ക് ചെറുതായിട്ട് ചുമ ഡോളോ ആരും ഈ പുല്ല് വിളിച്ചിരുന്നു. ഈ പെണ്ണിനെന്തായാലും ഓക്കെ 15 players have been eliminated. അത്രയും പ്ലേയേഴ്സ് ക്യാഷ് പ്രൈസ് കിട്ടി. ശരിക്കും ഇത് കളിക്കണ മാതിരിയല്ല, ഇത് റിയൽ ലൈഫിലാകുമ്പോൾ നമ്മൾ പേടിച്ച് വിറയ്ക്കും. അതാണ് സിയോങ്ങിൻ്റെ ഒക്കെ അവസ്ഥ. എന്തായാലും ഞാൻ വോട്ട് ചെയ്യും, ഞാൻ കളിക്കുന്നു. നിങ്ങൾ സ്ക്വിഡ് ഗെയിം കണ്ടവർക്കറിയാം, സിയോങ് ലാസ്റ്റ് സെക്കൻഡിലാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ പിന്നെ കുറേ ആൾക്കാരെ മറ്റേ ഒന്നും ചെയ്തു. സ്ക്വിഡ് ഗെയിം സീസൺ 2 പിന്നെ ഫുള്ള് ട്രാജഡി ആയിരുന്നു. അത് കണ്ടവർക്കറിയാം. GPS ട്രാക്കറൊക്കെ പല്ലിൽ വയ്ക്കാൻ നോക്കി, കിട്ടിയില്ല. അവസാനം അവൻ്റെ ജമ്പേനെ അവൻ്റെ ഫ്രണ്ടിനെ കൊന്നു സിയോങ്ങിൻ്റെ. ഇനിയിപ്പോൾ സ്ക്വിഡ് ഗെയിം സീസൺ 3 കൂടെ റിലീസാവും. അയ്യോ ബോക്സിലുണ്ട്. എനിക്ക് ഓടാൻ പറ്റില്ല. ഞാൻ ഏത് കളിക്കണം? ഞാൻ ലാസ്റ്റ് കളിച്ചാലോ? ഞാൻ ഇത് കളിക്കാം. 4 പേരേ ഉള്ളൂ. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. 4 പേരേ ഉള്ളൂ. ചെവന്മാർക്ക് കളിക്കാറിയെന്ന് ആർക്കറിയാം. ഞാൻ സെക്കൻഡ് ഗെയിം മറ്റേ കല്ലെറിയണമെന്ന് തോന്നുന്നു. ഒരു ഗെയിം മാറ്റിയില്ലല്ലോ. അടിക്കണം. ഓക്കെ ജയിച്ചു. അയ്യോ ഇത് കുറച്ച് പാടാണ്. നോക്കാം. കഴിഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. കല്ലിടിച്ച ഇത് ഈസി ഗെയിമാണ്. നമ്മളായിരിക്കും ആദ്യം ജയിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നു. 5ാമത്തെ കളിയാണ് ഈ മറ്റേ മറ്റേ ആ കാലേജ് തട്ടി കളിക്കുന്നത്. സീസൺ 2 മറ്റേ ഫ്രണ്ട്മാൻ അത് എന്താ അങ്ങനെ ജയിപ്പിച്ചതാണ്. എന്നിട്ടെന്ത് എല്ലാ എണ്ണത്തിനെയും കൊന്നില്ലേ? ആ അമ്മൂമ്മേ ആ ഒരു അയാളും. അതാണ് എനിക്ക് ഡൗട്ട്. ഓക്കെ ഇനി ലാസ്റ്റ് ഗെയിം ജയിക്കുവിടെ നീയൊക്കെ? ഇതാണ് ഞാൻ ടിക് 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 കണ്ണടയൊക്കെ വെച്ച്. ഇതിന് ചെവിയൊന്നും ഇല്ലേ? പിന്നെ എങ്ങനെ ഈ കണ്ണട നിൽക്കണ? മൂക്കില്ല. 034 ആണ് എൻ്റെ നമ്പർ. ഞാൻ വോട്ട് യെസ്. ഓക്കെ കഴിഞ്ഞാടി. ഈ പോക്ക് പോവാണെങ്കിൽ നമ്മൾ നോക്കുമല്ലോ. ആണ് ഈ ഗെയിമിൻ്റെ പ്രശ്നം. സമയം നീ പേടിക്കണം.
മറ്റേ കാല് തട്ടി കളിക്കണം. ഇപ്പോഴും ഇനിയിപ്പോൾ ആരൊക്കെ ചാവും നമുക്ക് കണ്ണുകൊണ്ട് കാണാം. എന്താ അവന്മാരാ ഇത്? ഓ, ലാസ്റ്റ് ഗെയിമിലായിരിക്കണം. ചാവൂ 55 ഇല്ല. ഗ്ലാസ് മേക്കറാണത്. എൻ്റെ മുന്നേ തോറ്റാ തീർന്നു. അപ്പോൾ അവിടെയുണ്ട് ലാസ്റ്റ് ഗെയിമിൽ 2. ആരെന്നെ വിളിക്കണം? തോറ്റ് ഗൈസ്, തോറ്റ്. ഗ്ലാസ് മേക്കർ ചത്തു, ഉറപ്പിച്ചു. എന്തിനാണ് വൃത്തികെട്ട വാക്ക്. ഓക്കെ, ജയിച്ചു. യവന്മാരാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ? യവന്മാരേ ഉള്ളൂ ഇനി ബാക്കി. നീ ചത്തു. ഒരു സെക്കൻഡ്, തോറ്റു. അടിച്ചോ. അവന്മാര് വെടിവെച്ചില്ലെങ്കിൽ അവന്മാർ ഓട്ടോമാറ്റിക്കലി ചാവും. അതാണ് ഒരു ടൈമർ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ചാവും. ഇത്രല്ലേ ഉള്ളൂ. ഇനി അടുത്ത ഗെയിം. മഴക്കാലമായിരുന്നു, പനി, മൂക്കടപ്പ്. ആണ് എൻ്റെ സൗണ്ട് അത്ര കേൾക്കുന്നത്. The total cash prize has been increased by 150 അല്ല 330. നെയിം വോട്ട് ഞാൻ എപ്പോഴും എസ് കൊടുക്കും. ഇനി അടുത്ത ഗെയിം, അടുത്ത മിങ്കിൾ. കുറച്ചൊക്കെ പാടാണ്. അതൊക്കെ എനിക്കറിയാം. ഇവിടെ എനിക്കൊരു ക്വസ്റ്റ് വന്നിട്ടുണ്ട്. 3 കമോൺ ഇവിടെ കയറി. എനിക്കിവിടെ ക്വസ്റ്റ് വന്നിട്ടുണ്ട്. വിൻ ദ മിങ്കിൾ ഗെയിം ആൻഡ് ഐ വിൽ ഗെറ്റ് 100 coins. ഏത് ജയിച്ച ഇമോട്ട് ഞാൻ ഡെസ്പറേഷനാണ്. 2 കൂടെ മിങ്കിൾ ആയതുകൊണ്ട് ആരൊക്കെയാ ചത്തയാവോ? ആരും ചത്തില്ലേ? അയ്യോ, എന്താ കിടക്കണം? പേടിച്ചു പോയി. നോക്കട്ടെ, ഞാൻ ഇത് എവിടെ വെച്ച് ചാണ അവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. അറിഞ്ഞൊരു ഒന്നോ പോടാ കേട്ടോ. ഓരോരുത്തന്മാരുണ്ട് വെറുതെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി ഒരു ഗെയിമും കൂടെ ഉണ്ട്. അതാ 2 ചത്തു. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഗാർഡ്സ് അവന്മാരെ വെടിവെച്ചില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ചാവും. അവർ കണ്ട നമ്പറില്ലേ, അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവന്മാർ ചാവും. ഓട്ടോമാറ്റിക്കലി ചത്തൂല. ഗാർഡ്സ് വെടിവെക്കണമെന്നൊന്നുമില്ല. പക്ഷെ ബോഡി ക്ലീനപ്പ് ചെയ്തതിന് അവർ പൈസ.
ഞാൻ ജയിച്ചു ഗൈസ്. സിംഗിൾ ഗെയിം ഞാൻ ജയിച്ചു. 3 റൗണ്ടല്ലേ ഉള്ളൂ, 4 റൗണ്ടല്ല, 3 റൗണ്ടേ ഉള്ളൂ. റിയൽ ഗെയിമൊന്നുമല്ല, ചോരകളുടെ ആറാട്ടായിരുന്നു. അതിലൊരു ഡോക്ടറും ഉണ്ട്, ആ ഒരു ഐസ് ഇവരുടെ ബോഡി പാർട്സ് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഓർമ്മയില്ല. ഞാൻ ഡിസംബറിലാണ് ഇറങ്ങിയത്, ജാനുവരിയിൽ എന്തോ കണ്ട, ഓർമ്മയില്ല അത്ര. അതാവും ഓട്ടോമാറ്റിക്കലി ഇപ്പം ചാവും. 3, 2, 1 ജയിച്ചു. ഡെഡ് ബോഡിയുടെ അത് കാണുന്നു. അറ്റത്ത് 3 ആൾക്കാർ എലിമിനേറ്റ് ആയി. 12 ആൾക്കാർ. ഇനി അടുത്തത് മാർബിൾസ്. അയ്യോ, എനിക്കിത് കളിക്കണോ അറിയില്ല. എന്തായാലും ഞാൻ ചാവണ വരെ കളിക്കണം. എൻ്റെ ഓട്ട് എനിക്ക് ഏതാണ് പേടി. അയ്യോ, ിയോക്സുവിൻ്റെ ബെഡിന് വേണമെന്നില്ല. ഞാൻ സ്ഥലത്ത് കൊടുത്തിരിക്കും ബാക്ക്. ഹെൽത്ത് കൂടെ ചാവും. തന്നെ കൊല്ലാം. ലോബി. അപ്പൊ ഇത് ലോബി അല്ലേ? 1 പ്ലെയർ. ഒരാള് ചത്ത. ഒരു കാർഡായിരുന്നു, കുറെ കാർഡ്സ്. 2 കാർഡില്ലേ? അയാളല്ലേ തോക്ക് ചൂണ്ടിനു വെറുതെ. ആ പരിവ കൊന്നാണ്ടല്ല, സ്വഭാവം അറിയില്ല. മാർബിൾസ് വേണ്ടായിരുന്നു. ഇപ്പൊ ഇത് തോക്കും. ഞാൻ ഒരറ്റത്ത് പോയി നോക്കും. എന്റെ വിശ്വാസം എന്താ പറയുക, ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാലാണ് സമ്മതിക്കൂല. ടീമേറ്റ് ആവണ്ട. മാർബിൾസ് ഭയങ്കര പാടാണ്. എനിക്കാവണ്ട, എന്നെ വെറുതെ ജയിപ്പിച്ചു വിട്ടു. സമ്മതിക്കൂ. അയാളെ ടേണാണ്. എനിക്ക് പിങ്കേ കിട്ടുള്ളൂ. എന്ത് കഷ്ടമാണ്. പിങ്ക് വെച്ചിട്ടൊരു കാര്യം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കൗട്ട് ചെയ്യാം. യെസ്, 2 എണ്ണത്തിന് കിട്ടും. എൻ്റെ ചാൻസ്. ഷൂട്ട്. യെസ്, ഓക്കെ. കമോൺ. അവൻ്റെ ബ്ലൂ എല്ലാം ഞാൻ നോക്കൗട്ട് ചെയ്തു. അയ്യോ, ഞാൻ എൻ്റെ സ്വന്തം ഔട്ടാക്കി. ഔട്ടല്ലേ. എനിക്ക് എന്തായാലും 9 എണ്ണം ഉണ്ട്. ഇനിയും ബാക്കി. ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല മോനെ, നീ ചാവും. അയ്യോ അയ്യോ അയ്യോ, തോറ്റ്. എനിക്കാണല്ലോ എപ്പോഴും ഈ തോൽവി. അവൻ വെറുതെ ചാവുന്നു. പക്ഷെ എന്ത് പൊട്ടനാ നോക്കിയത്. ഷൂട്ട്. ഓ,
യൂസ് ചെയ്തു. അവൻ ചാവും മിക്കവാറും. അതെ നടക്കൂല. നിന്റെ പരിപാടി ഇവിടെ വെച്ച് തോക്കും. അടിമോനെ 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 ദിനേശ. പോയി ചത്തു. അവൻ തോറ്റു. ഞാൻ വിചാരിച്ചില്ല ഞാൻ ജയിക്കുന്നു. അയ്യോ ഒരു പൊട്ടനാണ്. ഇവനല്ലേ എൻ്റെ അവിടെ കുറച്ച്. അത് ഇന്ത്യ. അതാ ഇവൻ സാഡം ദ കിങ്. താങ്ക് യു റിയ. ഞാൻ വിചാരിച്ചു ഈ ഗെയിമിൽ ചിലവർ നല്ല ഇതായിരിക്കും, ചിലവർ ഇവൻ തോക്കും. സോറോ അതാ തോറ്റു. ഇനിയിപ്പോൾ അടുത്ത കളി ഏതാ? ഗ്ലാസ് ആണോ? ഓർമ്മയില്ല. ഞാൻ എപ്പോൾ ചാവണം അവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ നിർത്തി. 5 players. ഇനി ആകെ 6 ആൾക്കാരും കൂടെ ഉണ്ട് ഗെയിമിൽ. ആര് ജയിക്കുമെന്ന് നോക്കാം. എനിക്കിതിൽ ഹെയർ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിൽ ഗെയിം കളിക്കുമ്പോൾ ഹെയർ ഉണ്ട്. അതെന്താ അറിയില്ല. സൈക്കോ കില്ലറൊക്കെ സൈക്കോ ഇങ്ങനെ പോവാം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. എന്ന് വെച്ചാൽ ചില സമയത്ത് എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഗെയിമിൻ്റെ സൗണ്ടും കൂടെ കാരണം അത് കേൾക്കുന്നു അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ വീഡിയോ. കുറച്ച് ഇടുമ്പോൾ ഇട്ടിട്ട് ശരിയായിക്കോളും. അതാണ് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. 6 പേരൊന്നും വെച്ചിട്ട് ഇതൊന്നും കളിക്കാൻ പറ്റില്ല. ചാവും ഇത് ഗൈസ്. ഞാനത് ചാവും. ചില ഫ്രണ്ട്മാരുണ്ടല്ലോ സ്ട്രെയിറ്റ് കൊടുക്കും. അല്ലെങ്കിൽ 2 അങ്ങനെ സിക്സാഗ് ഒക്കെയാണ് കൊടുക്കുക ചിലവർ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. സോ എന്താണ് സ്റ്റാർട്ട്. ആരെങ്കിലും ചാട. ഓ ഇവനാണോ ഫ്രണ്ട് മാൻ? ഇത്ര പെട്ടെന്ന് കളി കഴിഞ്ഞാ? ദിസ് ഈസ് ഇമ്പോസിബിൾ. ആരാണോ ഫ്രണ്ട്? 2 ആൾക്കാർ ചത്തു. ഇനിയേതാ ഇനിയാണ് സ്കിപ്പ് ഗെയിം. ചത്തു. ഇതിൽ ഞാൻ ജയിക്കുന്നില്ല. എത്ര കണ്ടിന്യൂ ഒരാൾ മാത്രം. എന്തായാലും ഞാൻ എൻ്റെ മരണം വരെ പോരാടും. സംശയമില്ല. ചത്തു. രണ്ടാൾക്കാർ മരിച്ചുള്ളൂ. രണ്ടാൾക്കാരും ആരൊക്കെ?
ഗൈസ് എനിക്കൊന്നും മനസ്സിലായില്ല. എനിവേസ് ഞാൻ ചത്തു. സോ ഇനിയും ഞാൻ നല്ല കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഞാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഈ സൗണ്ടൊക്കെ ക്ലിയർ ആവാൻ കുറച്ച് നേരം എടുക്കും. സോ എന്തായാലും നമുക്കതൊക്കെ കുറച്ചായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ജസ്റ്റ് ഒരു മടിയില്ല ടൈപ്പ് ചെയ്തോ, ഞാൻ വായിച്ചോളാം. അതാണെങ്കിൽ നമുക്ക് നാളെ കളിക്കാം. സോ ഞാൻ ഇപ്പം നാളെ പ്ലാൻ ചെയ്യുന്നത് ഓബിയാണ്. നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് വേറെ വല്ല ഗെയിംസും ആണെങ്കിൽ നമുക്ക് അത് ആലോചിച്ചിട്ട് നമ്മളതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ട് നമുക്ക് കളിക്കാം. സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും വീഡിയോസേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ വീഡിയോസ് ലെങ്തി ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാൻ കുറേ നേരം എടുക്കും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെയാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ അത് ഞാൻ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ നമുക്ക് സെറ്റാക്കാം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയും മറക്കരുത്. സോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഒക്കെ മാക്സിമം സ്പ്രെഡ് ചെയ്യുക. സോ ഇനിയും നമ്മൾ നല്ല വീഡിയോ ആയിട്ട് വരും. സോ ബൈ.